എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ജീവിതം എല്ലായ്പ്പോഴും തേൻ പോലെ മധുരമാവണമെന്നില്ല. അത് പലപ്പോഴും കാഞ്ഞിരം പോലെ കൈപ്പേറിയത് കൂടിയാണ്. എന്നാൽ നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും ജീവിതത്തിൽ സന്തോഷം മാത്രമുണ്ടാവണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ സന്തോഷം മാത്രമുള്ള ഒരു ജീവിതത്തെ ഒരാൾക്കും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ പലപ്പോഴും ഉൾക്കൊള്ളാറില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സന്തോഷങ്ങൾ ആഘോഷിക്കപ്പെടുകയും ദുഃഖങ്ങളിൽ നമ്മുടെ മനസ്സ് പതറിപ്പോവുകയും ചെയ്യുന്നത്. സന്തോഷങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് പോലെ ദുഃഖങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിന് വലിയ മടിയാണ്. ഉയർച്ചകളും താഴ്ചകളും, സന്തോഷങ്ങളും ദുഃഖങ്ങളും, നഷ്ടങ്ങളും നേടിയെടുക്കലും ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന കാര്യം നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളാൻ പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ മധുരമുള്ള നിമിഷങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്നത്തേക്ക് മാത്രമുള്ളതാണ്. നാളത്തെ ദിവസം ഒരുപക്ഷെ അത് സങ്കടങ്ങളുടേതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും ജീവിതത്തിൽ നമ്മൾ പാഴാക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ആ അവസരം നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാറില്ല. മുമ്പെങ്ങോ പറഞ്ഞതുപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സമയവും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമയവും ജീവിതത്തിൽ ഇനിയൊരിക്കലും തിരിച്ചു കിട്ടാതാണ്. കുട്ടികളുടേതാണെങ്കിലും മുതിർന്നവരുടേതാണെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ നല്ല നിമിഷങ്ങളും ഒരുപാടേറെ സന്തോഷിക്കാനും ആസ്വദിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ജന്മദിനമാണെങ്കിലും ആനിവേഴ്സറി ആണെങ്കിലും മറ്റ് ഏത് നല്ല മുഹൂർത്തങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഒരുപാടേറെ സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനും ആസ്വദിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഇതുപോലുള്ള ചെറിയ കുഞ്ഞു നിമിഷങ്ങളാണ് എല്ലായ്പ്പോഴും ജീവിതത്തെ മധുരമുള്ളതാക്കുന്നത്. നമുക്കിടയിൽ പലപ്പോഴും മിക്കവരും പറയുന്നത് കേൾക്കാറുണ്ടായിരിക്കും, പ്രായമൊക്കെ ആയില്ലേ, ഇനി എന്ത് ജന്മദിനം, ഇനി എന്ത് ആനിവേഴ്സറി, ഇനി എന്ത് ആഘോഷം എന്നൊക്കെ. മരണം വരെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന വലിയ ബോധത്തെ നമ്മുടെ മനസ്സിന് പലപ്പോഴും പഠിക്കാൻ കഴിയാറില്ല. ഇന്നലകളിലെ നഷ്ടങ്ങളെ കുറിച്ചോർത്ത് വരാനിരിക്കുന്ന നല്ല ദിനങ്ങളെ നിർജീവമാക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. നമ്മുടെ വീടുകളിൽ കുട്ടികളോടൊത്ത് ഒരിത്തിരി സമയം ചെലവഴിക്കുമ്പോൾ, ഒരു നല്ല ഫുഡ് ഉണ്ടാക്കി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു ചെറിയ യാത്ര പോകുമ്പോൾ, സൗഹൃദങ്ങൾക്കിടയിലൂടെ നല്ല ഓർമ്മകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, അതൊക്കെ തന്നെയാണ് ജീവിതത്തെ എല്ലായ്പ്പോഴും നിറമുള്ളതാക്കി നിലനിർത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ വലിയ കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളെക്കാളേറെ എല്ലായ്പ്പോഴും നിറമുള്ളതാക്കി ജീവിതത്തെ നിലനിർത്തുന്നത് ചെറിയ നിമിഷങ്ങളും അതിൽ നിന്ന് വിരിയുന്ന സന്തോഷങ്ങളും തന്നെയാണ്. അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നുണ്ട്, സന്തോഷങ്ങളുടെ കൂടെ സങ്കടങ്ങളും കൂടിച്ചേർന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്നത്തെ സന്തോഷത്തിന് നാളെ തുടർച്ചയുണ്ടാവുമോ എന്ന് പറയാനാവില്ല. നാളെ ഒരുപക്ഷെ അത് സങ്കടങ്ങൾക്ക് വഴിമാറിപ്പോയേക്കാം. പക്ഷെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് സന്തോഷങ്ങളെ ആഘോഷിക്കാനും സങ്കടങ്ങളെ സമചിത്തതയോടെ നേരിടാനും നമുക്ക് കഴിയുന്നത്. എല്ലാ നല്ല നിമിഷങ്ങളും ആഘോഷിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ നിമിഷവും നിറമുള്ളതാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് മറ്റൊരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.